ഒട്ടനവധി അവാർഡുകൾ നമുക്ക് കിട്ടിയെങ്കിലും 2006 അബ്ദുൽ കലാമിൻ്റെ മോഹിനിയാട്ടത്തിന് ഒരു നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കട്ടെ. അത് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ക്രെഡിറ്റായിട്ട് ഞാൻ കാരണം മോഹിനിയാട്ടം ഇവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നമുക്ക് മോഹിനിയാട്ടം കാണാനുള്ളൊരു ഭാഗ്യം ഞാൻ തിരുവനന്തപുരത്തുകാരി ആയതുകൊണ്ടും VSSലെ ഒരുപാട് പരിപാടികൾ നടത്തുന്ന കാലഘട്ടം ആയതുകൊണ്ട് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, പ്രോട്ടോക്കോൾ പ്രകാരം അദ്ദേഹത്തിന് നമുക്കൊരു കാരണവശാലും തൊടുന്നത് ശരിയല്ല, കൈ തൊട്ട് തൊഴാൻ പാടില്ല. പക്ഷേ എന്നെ കണ്ടത് അദ്ദേഹം ഞാൻ തൊഴാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ളവരെയാണ് ഞാൻ തൊഴേണ്ടത്. അപ്പോൾ ആ ഒരു മേന്മ, അതായത് ആ വ്യക്തിയുടെ ഒരു മേന്മ മനസ്സിലാക്കിയ ആ നിമിഷമായിരുന്നു. അതായത് വയസ്സിനെയോ ആ കലയോ ഏതിനെയാണ് ബഹുമാനിച്ചതെന്ന് എനിക്ക് അത്ഭുതം തോന്നി. അതായത് ആ അവാർഡ് കിട്ടുകയും അതിനുശേഷം ഇന്ന് വരെ നിലയ്ക്കാത്ത തരത്തിലുള്ള അവാർഡുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നും പണ്ടത്തെ മാതിരി ഇന്ന് എല്ലാം പരിപാടികൾ റിക്വസ്റ്റ് വേണം, അവാർഡിന് റിക്വസ്റ്റ് വേണം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. പരിപാടിക്ക് കാശ് അങ്ങോട്ട് കൊടുത്ത് പരിപാടികൾ നടത്തണം. ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നമുക്ക് പരിപാടി നടത്തണമെങ്കിൽ ഒരു കുട്ടിക്ക് ഇത്ര രൂപ, അതൊക്കെ നൃത്തം ചെയ്ത് കലാകാരന്മാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്താണ് സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കുക, അതാണ് സമൂഹത്തിലെ പ്രതിനിധികൾ കലാകാരന്മാരോട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു അഭ്യർത്ഥന. അവാർഡുകളൊക്കെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അവാർഡുകൾക്ക് കൂടുതൽ കിട്ടുന്തോറും ചുമതലകൾ നമുക്ക് കൂടുതൽ കിട്ടണം. അപ്പോൾ അതേമാതിരി തന്നെ മത്സരരംഗങ്ങളിൽ അപ്പീൽ കമ്മിറ്റിയിൽ പോകാറുണ്ട്. കലാമണ്ഡലത്തിൽ ശരിക്കും 1960-64 കാലഘട്ടത്തിലാണ് ഞാൻ പഠിച്ചെങ്കിലും ഇപ്പോഴും അവിടുത്തെ എക്സാമിനറായിട്ടും അവിടുത്തെ പരീക്ഷ പേപ്പർ ഇടാനായിട്ടും അവിടുത്തെ സെലക്ഷൻ ബോർഡിലും ഒക്കെ എനിക്ക് പോവാനും അവർ എന്നെ മറക്കാതെ ഒരു കലാകാരിയാണെന്നുള്ള ഒരു ബഹുമാനത്തോടു കൂടി ചെയ്യുന്നു. അത് മാതൃസ്ഥാപനം, എൻ്റെ മാതൃസ്ഥാപനമായ സ്ഥാപനത്തിലും എന്നെ അംഗീകരിക്കേണ്ട അവിടുത്തെ അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി കേന്ദ്ര സംഗീത അക്കാദമി പോലെ തന്നെ ഇവിടുത്തെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് അവാർഡ് തുടങ്ങിയ ഒട്ടനവധി അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കേരള സംഗീത നാടക അക്കാദമി മോഹിനിയാട്ടത്തിനൊക്കെ ഒരു മത്സരം വെച്ചിരുന്നു. ആ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തിരുന്നു. ഇപ്പം അതെല്ലാം നിലച്ചു. അതാണ് കലാകാരന്മാരുടെ ദുരിതം. അത് കോവിഡ് വന്നതോടുകൂടി അവരുടെ വീട് നശിച്ചു, അവരുടെ ഉദ്യോഗം പോയി, അവർക്ക് ക്ലാസ്സുകളില്ലാതായി, കോസ്റ്റ്യൂം കൊടുക്കുന്നവർക്ക് കോസ്റ്റ്യൂം ഇല്ലാതായി, മൈക്ക സൗണ്ട് കൊടുക്കുന്നവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത ലെവലായി, പക്കമടക്കാർക്ക് നിവൃത്തിയില്ലാതായി. അത് കുറേയൊക്കെ പക്കമടക്കാരുടെ കാര്യം മത്സര രംഗത്ത് CD ആക്കിയതുകൊണ്ടാണ്. അത് ആരും ഒരു ഒബ്ജക്ഷൻ പറഞ്ഞില്ല. പക്ഷേ അത് ആവർത്തന വിരസത, ഒരേ ഐറ്റം തന്നെ എല്ലാ മത്സര രംഗത്തും കാണുമ്പോൾ ഒരു കലാകാരിക്ക് ഉയർച്ച ഉണ്ടാവില്ല. മറ്റതങ്ങനെയല്ല, പുതിയ ഐറ്റങ്ങൾ കണ്ടുപിടിക്കാം, പുതിയ ജതി, പുതിയ സാഹിത്യം, പുതിയ കഥകൾ, പുതിയ കോസ്റ്റ്യൂം എന്നൊക്കെ നമുക്ക് നിഗമനത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മുമ്പ്. ഇപ്പം അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു CD ഗുരു ആവശ്യമില്ല, ഗുരുവിനെ തൊട്ട് തൊഴേണ്ട, ഒക്കെ CD പഴയ യൂട്യൂബിൽ നിന്ന് എടുക്കുക, അതിലത്തെ പാട്ടുകൾ എടുക്കുക, അവിടുത്തെ ജതികൾ എടുക്കുക. തെറ്റാണെങ്കിലും നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ശിവൻ്റെ നെറ്റിയിൽ കൃഷ്ണനെ പോലെ ഗോപി വരയ്ക്കുന്ന ഇത്, അതേപോലെ ശിവനെ പട്ട വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂട്യൂബിലുണ്ടാവുന്ന തെറ്റുകളെ ആവർത്തിച്ച് പഠിക്കാനുള്ള മനസ്ഥിതിയാണ് ഇന്നത്തെ കലാകാരന്മാർക്ക്. അതല്ല ആവശ്യം. നമ്മൾ അടിസ്ഥാനപരമായിട്ട് പാരമ്പര്യ കലകൾ നിലനിർത്തത്തക്ക വിധത്തിൽ
അതിൻ്റെ അടിസ്ഥാനം പഠിച്ച് മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് ടീച്ചറുടെ മോഹം.